മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് മിലനിലാണ് നിൽക്കുന്നത്. മിലൻ എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഇറ്റലിയിലെ ഒരു മേജർ സിറ്റിയാണ്. ഇന്നിത് ഫേമസ് ആയിട്ടുള്ളത് മെയിൻ ഫാഷൻ ഷോസിനും അതേപോലെ ഇൻഡസ്ട്രിയൽ ഓർ ഫിനാൻഷ്യൽ സെൻറ്റർ ആയിട്ടൊക്കെയാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡിലെ സ്പീസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ടാണ് മിലൻ കത്തീഡ്രലിൽ എത്തിയത്. ഇന്റർലേക്കനിൽ നിന്ന് ഒരു അരമണിക്കൂർ ഇടവിട്ട് ഓരോ ട്രെയിനുകൾ ഉണ്ടാവും ഈ സ്പീസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് മിലാനോ സെൻട്രലിലേക്കുള്ള ട്രെയിൻ കയറാം. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയാൽ നമുക്ക് ടിക്കറ്റും അവർ തന്നെ എടുത്തരും. പിന്നെ നമുക്ക് ഇവിടെ 4 ഡേയ്സിൻ്റെ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായതുകൊണ്ട് 4 ഡേയ്സിൻ്റെ അൺലിമിറ്റഡിൻ്റെ സ്വിസ് ട്രാവൽ പാസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡർ വരെ പോകുമായിരുന്നു. അപ്പോൾ ബോർഡർ തൊട്ട് മിലാനോ സെൻട്രൽ വരെയുള്ള ഇറ്റലിയുടെ പാർട്ടിൻ്റെ മാത്രം ജേർണിയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ലോങ് ഡിസ്റ്റൻസ് ജേർണി ഉള്ള ട്രെയിനിനൊക്കെ നമ്മൾ സീറ്റ് റിസർവ് ചെയ്യണം. അപ്പോൾ ആ റിസർവേഷൻ്റെ ഫീസും അവർ ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി ഞങ്ങൾക്ക് ഒരാൾക്ക് 53 പൗണ്ടോളമാണ് ആയത്. ഏത് സ്പീസിന്ന് മിലാനോ സെൻട്രൽ വരെ പോകാൻ അത്രയും നമുക്ക് ആയുള്ളൂ. അത് നമുക്ക് ടിക്കറ്റ് ഓഫീസിൽ നിന്ന് നല്ല കൃത്യമായിട്ട് അവർ എടുത്തു തരും. അതിന് വേണ്ടിയിട്ട് ഇനി വേറെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ടാന്നാണ് തോന്നുന്നത്. ഞങ്ങളത് ചെയ്തില്ല. അപ്പം നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം. പിന്നെ മിലാനോ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അവിടെ ട്രാമിനും മെട്രോക്കും അതേപോലെ ബസ്സിനും യൂസ് ചെയ്യാൻ ട്രാവൽ പാസ് ഉണ്ട്. അപ്പോൾ അത് ഒന്നെങ്കിൽ 90 മിനിറ്റ്സിൻ്റെ അൺലിമിറ്റഡ് ട്രാവൽ പാസ് എടുക്കാം, അല്ലെങ്കിൽ 1 ഡേയോ അല്ലെങ്കിൽ 2 ഡേയോ നിങ്ങൾ എത്ര ഡേയ്സ് ആണ് നിൽക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള ട്രാവൽ പാസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് ഓരോ തവണ ട്രെയിനിൽ അല്ലെങ്കിൽ ട്രാമിൽ കയറുന്നതിനേക്കാൾ മുമ്പ് വാലിഡേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. പിന്നെ മിലാനോ സെൻട്രലിൽ നമുക്ക് കാണാൻ മെയിനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഈ മെയിൻ അട്രാക്ഷൻസ് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അതായത് ആ കത്തീഡ്രലും അതിൻ്റെ സൈഡിലുള്ള ഷോപ്പിംഗ് സ്ക്വയറും പിന്നെ ആ മെയിൻ സ്ക്വയർ ആയിട്ടുള്ള ഏരിയ. പിന്നെ ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ബാക്കിയെല്ലാം നമ്മൾ ട്രെയിനിൽ അല്ലെങ്കിൽ ട്രാമിൽ പോകുമ്പോഴും റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സിറ്റിയുടെ അട്രാക്ഷൻസും അല്ലെങ്കിൽ സിറ്റി എങ്ങനെയാണെന്നൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബസ്സോ അല്ലെങ്കിൽ ട്രാമോ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പോവാം. കാരണം നമ്മുടെ കയ്യിൽ അൺലിമിറ്റഡ് പാസ് ഉണ്ടല്ലോ. അത്യാവശ്യം നമുക്ക് കണ്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വെനീസിലെ സെൻലൂപ്പ സ്റ്റേഷനിലോട്ടാണ് ട്രെയിൻ കയറിയത്. ട്രെയിനിൽ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ സമയത്താണ് ട്രെയിനെന്നോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലാണെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് ഗൂഗിൾ മാപ്പും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ട്രെയിനിൽ കൂടെ ടിക്കറ്റ് എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഓൾവേസ് അതിന് 2 പൗണ്ട് എക്സ്ട്രാ ബുക്കിംഗ് ഫീസ് വരും. പക്ഷേ നിങ്ങൾക്ക് ട്രെയിനിൽ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റേഷനിൽ ഒരു 5-10 മിനിറ്റ് നേരത്തെ ചെന്നാൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിക്കുന്നത് ക്രിസ്മസ് ഡേ ആയിട്ട് മോസ്റ്റ് ഓഫ് ദ റെസ്റ്റോറൻറ്റ്സും ഷോപ്സും എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഒരു ഹോളി മാസിന് പോയാലോ എന്ന്, ഡുഓമോ ഡി മിലാനോ ആ കത്തീഡ്രലിൽ പോയാലോ എന്നാണ്. ഈ ബുള്ളിനെ ചുറ്റി നമ്മൾ 3 തവണ കറങ്ങിയാൽ നമുക്ക് ഭാഗ്യം വരുമെന്നാണ് വിശ്വാസം.